സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഡയലോഗ് പറയുന്നതിനിടയിൽ അറിയാതെ ചിരിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. ശരിക്കും അതൊരു രസകരമായ സംഗതിയാണ്. അതിനെക്കുറിച്ച് ചില വീഡിയോസ് മുൻപ് നമ്മൾ ഒരുപാട് ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ മലയാള സിനിമയിൽ ഡയലോഗ് പറയുന്നതിനിടെ ചിരി നിർത്താൻ പാടുപെട്ടവരും ചിരിച്ചു പോയവരെ കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആരെയും കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ വേണ്ടിയല്ല, തികച്ചും എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത. 1995 ജയറാം സിനിമയാണ് മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത. സിനിമയുടെ തുടക്കഭാഗത്ത് ജഗതിയും നരേന്ദ്രപ്രസാദും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. സമീപത്തായി KPSC ലളിതയും ഇന്നസെന്റും നിൽക്കുന്നുണ്ട്. ജഗതി നരേന്ദ്രപ്രസാദിന്റെ മുൻപിൽ രസകരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ നരേന്ദ്രപ്രസാദ് ജഗതിയെ ആട്ടി ഓടിക്കുന്ന സമയത്ത് സമീപത്ത് നിൽക്കുന്ന KPSC ലളിതയും ഇന്നസെന്റും ചിരിക്കുന്നുണ്ട്. തിരക്കഥയിൽ കഥാപാത്രങ്ങൾ ചിരിക്കുന്നതായി എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ജഗതിയുടെ ചില എക്സ്പ്രഷൻസ് കണ്ട് ചിരി നിർത്താനാവാതെ പാടുപെടുന്ന ഇന്നസെന്റിനെയും KPSC ലളിതയും കാണാം. KPSC ലളിത തന്റെ ചിരി മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി സാരിയുടെ തുമ്പുകൊണ്ട് മുഖം പൊത്തിപ്പിടിക്കുന്നതായും സിനിമയിൽ കാണാൻ കഴിയും. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ആ ഒരു രംഗം ശ്രദ്ധിക്കുമല്ലോ. ഉല്ലാസ പൂങ്കാറ്റ്. 1997 വിനയൻ ദിലീപ് സിനിമയായിരുന്നു ഉല്ലാസ പൂങ്കാറ്റ്. സിനിമയിലെ ഒരു ഭാഗത്തായി തിലകനും ദിലീപും കലാഭവൻ മണിയും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ ജഗതി തന്റേതായ ചില നർമ്മങ്ങൾ പറഞ്ഞതിനു ശേഷം തിരിച്ചു പോകുന്നതിനിടയിൽ ജഗതിയുടെ പെർഫോമൻസ് കണ്ട് ചിരിക്കുന്ന കലാഭവൻ മണിയെ കാണാൻ കഴിയും. അതുകൊണ്ട് ചിരി നിർത്താനാവാതെ പല ഷോട്ടുകൾ ഇടയ്ക്ക് ആ സീനിൽ വെച്ച് കട്ടായി പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദിലീപ് തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. പ്രേമലു. 2024 ഗിരീഷ് ഷെഡി സിനിമയാണ് പ്രേമലു. പ്രേമലുവിലെ ഒരു ഭാഗത്തായി നസ്ലിൻ സംഗീതിന്റെ കഥാപാത്രത്തിനോട് സംസാരിക്കുന്നതിനിടയിൽ സംഗീതിന്റെ വസ്ത്രത്തിൽ പിടിച്ച് വലിക്കുമ്പോൾ സംഗീതിന് ചെറുതായി ചിരി വരികയും ചിരി കൂടി പോകാതിരിക്കാൻ വേണ്ടി നസ്ലിന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ചെറിയൊരു സീനായതുകൊണ്ട് അധികമാരും അത് ശ്രദ്ധിക്കാനും സാധ്യതയില്ല. ഛോട്ടാ മുംബൈ. ഈ മാസം റിലീസ് ചെയ്ത 2007 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് ഛോട്ടാ മുംബൈ. ഈ സിനിമയിലെ പല ഭാഗത്തായി മോഹൻലാൽ ചിരിച്ചതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഛോട്ടാ മുംബൈയിലെ മറ്റൊരു ഭാഗത്തായി ബിജുക്കുട്ടന്റെ കഥാപാത്രം കോസ്റ്റ്യൂം ഇട്ട് വരുമ്പോൾ കസേരയിലിരിക്കുന്ന മോഹൻലാലിന് നന്നായി ചിരി വരുന്നതായി കാണാൻ കഴിയും. അതുമാത്രമല്ല, ആ സമയത്ത് ഫ്രെയിമിലേക്ക് വന്ന സിദ്ദിഖ് ബിജുക്കുട്ടനെ കളിയാക്കിയിട്ട് പോകുമ്പോഴും മോഹൻലാലിന് നല്ലതുപോലെ ചിരി വരുന്നുണ്ട്. ഉപ്പുകണ്ടം ബ്രദേഴ്സ്. 1993 TS സുരേഷ് ബാബു സിനിമയാണ് ഉപ്പുകണ്ടം ബ്രദേഴ്സ്. സിനിമയിലെ ഒരു ഭാഗത്തായി ചന്തയിൽ മീൻ വിൽക്കുന്ന ജഗതിയും സൈനുദ്ദീനും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് പിടിച്ചു മാറ്റാൻ വേണ്ടി ബൈജുവും ജഗദീഷും വരുന്നുണ്ട്. അതിനുശേഷം അവർ തമ്മിൽ ചെറിയ തർക്കമുണ്ടാവുകയും സൈനുദ്ദീന്റെ കഥാപാത്രത്തിന്റെ ചടുലമായ ചില പ്രവർത്തികൾ കണ്ട് അടുത്തു നിൽക്കുന്ന ബൈജു നല്ലതുപോലെ ചിരിക്കുന്നുണ്ട്. ബൈജുവിന്റെ സമീപത്ത് നിൽക്കുന്ന ജഗദീഷിനും ചെറുതായി ചിരി വരുന്നുണ്ടെങ്കിൽ പോലും ജഗദീഷ് അത് കൺട്രോൾ ചെയ്യുന്നതായി സീനിൽ കാണാൻ കഴിയും. മണിച്ചിത്രത്താഴ്. 1993 ഫാസിൽ മോഹൻലാൽ സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ്. സിനിമയിലെ ഒരു ഭാഗത്തായി കുതിരവട്ടം പപ്പു മോഹൻലാലിനെ കണ്ട് സംസാരിക്കുന്നതിനിടയിൽ കുതിരവട്ടം പപ്പു തന്റേതായിട്ടുള്ള ഒരു റിയാക്ഷൻ മോഹൻലാലിനെ മുൻപിൽ വെച്ചിടുന്നു. കുതിരവട്ടം പപ്പുവിന്റെ പ്രത്യേക രീതിയിലുള്ള ആ ഒരു റിയാക്ഷൻ കണ്ട് മോഹൻലാലിന് ചെറുതായി ചിരി വരുന്നുണ്ട്. എന്നാൽ ആ ഒരു ചിരി പുറത്ത് കാണിക്കാതെ മോഹൻലാൽ ആ സീനിലെ ഡയലോഗുകൾ ഭംഗിയായി മുഴുവൻ പറഞ്ഞു തീർത്തു. പട്ടണത്തിൽ സുന്ദരൻ. 2003 ദിലീപ് സിനിമയാണ് പട്ടണത്തിൽ സുന്ദരൻ. സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ കൊച്ചിൻ ഹനീഫയും ദിലീപും ഈവനിംഗ് ക്ലാസ്സിലിരിക്കുന്ന സമയം കൊച്ചിൻ ഹനീഫ അധ്യാപകനോട് മണ്ടത്തരം വിളിച്ചു പറയുന്ന സമയം അടുത്തിരിക്കുന്ന ദിലീപ് ചിരി നിർത്താനാവാതെ പാടുപെടുന്നതായി കാണാം. കൊച്ചിൻ ഹനീഫയുടെ കൗണ്ടർ കേട്ട് അടുത്തിരിക്കുന്ന ദിലീപ് തന്റെ കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് ചിരിക്കുന്നതായും സിനിമയിൽ കാണാൻ കഴിയും. ഗോഡ് ഫാദർ. 1991 സിദ്ദിഖ് ലാൽ സിനിമയാണ് ഗോഡ് ഫാദർ. സിനിമയിൽ ജഗദീഷിന് അടി കൊടുത്ത ശേഷം ഇന്നസെന്റ് ജഗദീഷിന്റെ മുഖത്ത് നോക്കി കളിയാക്കുന്നുണ്ട്. ഡയലോഗിനൊപ്പം ഇന്നസെന്റ് തന്റെ കയ്യിൽ നിന്നും ഒരു എക്സ്പ്രഷൻ ഇട്ടപ്പോൾ അടുത്ത് നിൽക്കുന്ന മുകേഷ് തല കുനിച്ചു ചിരിക്കുന്നതായി കാണാൻ കഴിയും. പെട്ടെന്ന് കണ്ടാൽ അത് തിരക്കഥയിലുള്ള ചിരിയാണെന്ന് തോന്നുമെങ്കിൽ പോലും വാസ്തവത്തിൽ മുകേഷ് ആ ഒരു സീനിൽ ഇന്നസെന്റിന്റെ റിയാക്ഷൻ കണ്ട് ചിരിച്ചതാണെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അഴകിയ രാവണൻ. 1996 മമ്മൂട്ടി കമൽ സിനിമയാണ് അഴകിയ രാവണൻ. സിനിമയിൽ ശ്രീനിവാസന്റെ അംബുജാക്ഷൻ എന്ന നോവലിസ്റ്റ് എല്ലാവരുടെ മുൻപിലിരുന്ന് കഥ പറയുന്നുണ്ട്. ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന തന്റെ കഥ വളരെ സീരിയസ് ആയി ശ്രീനിവാസൻ പറയുന്നതിനിടയിൽ ശ്രീനിവാസന്റെ കൈകൊണ്ടുള്ള ഒരു ആക്ഷൻ കണ്ട് മുൻപിലിരിക്കുന്ന ബിജു മേനോന്റെ കഥാപാത്രത്തിന് ചെറുതായി ചിരി വരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് പുറത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾ ആ സീനൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ബിജു മേനോന്റെ മുഖത്ത് ചെറുതായി ചിരി കാണാൻ കഴിയും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.